DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 28 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ഒഡീഷ തീരത്തോട് ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുകയും പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയേറുകയും ചെയ്തതോടെ കേരളത്തിലെ അതിതീവ്ര മഴ 3 ദിവസം കൂടി തുടരും. കോഴിക്കോട്, വയനാട്, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്റർ എന്നിവയ്ക്കും അവധി ബാധകമാണ്. വയനാട്ടിലും ഇടുക്കിയിലും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർവകലാശാല പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും അവധി ബാധകമല്ല. അടുത്ത അറിയിപ്പ്, UPI ഉപയോക്താക്കൾക്ക് മാർഗനിർദ്ദേശങ്ങളുമായി നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഗൂഗിൾ പേ, പേടിഎം, ഫോൺപേ പോലുള്ള എല്ലാ ബാങ്കുകൾക്കും പേയ്മെന്റ് സേവനദാതാക്കൾക്കും പുതിയ നിർദ്ദേശങ്ങൾ ഇനി ബാധകമായിരിക്കും. UPI സേവനം ഉപയോഗിക്കുന്ന എല്ലാ ഉപയോക്താക്കളെയും ഇത് ബാധിക്കും. ബാലൻസ് പരിശോധിക്കുന്നത് മുതൽ ഓട്ടോ പേയ്മെന്റ് അടക്കം ഇനി നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. ഉപഭോക്താക്കൾക്ക് ഈ സേവനങ്ങൾ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. 2025 ജൂലൈ 31 മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. NPCI മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം ഏതൊരു ഉപയോക്താവിനും ഒരു UPI ആപ്പിൽ നിന്നും പരമാവധി 50 തവണയാണ് ഇനി ബാലൻസ് പരിശോധിക്കാൻ സാധിക്കൂ. ഒന്നിലധികം ആപ്പുകൾ ഉണ്ടെങ്കിൽ അവയിൽ വെവ്വേറെ 50 തവണ ബാലൻസ് പരിശോധിക്കാം. കൂടുതൽ തവണ ബാലൻസ് പരിശോധിക്കുന്നത് ഒഴിവാക്കാൻ വിജയകരമായ ഓരോ ഇടപാടിനും ബാങ്കുകൾ ഉപയോക്താവിന്റെ ലഭ്യമായ ബാലൻസ് വിവരങ്ങൾ അറിയിക്കേണ്ടതുണ്ടെന്നും അതിനാൽ ബാലൻസ് വീണ്ടും പരിശോധിക്കേണ്ടതില്ലെന്നും NPCI അറിയിച്ചു. അടുത്ത അറിയിപ്പ്, സൗജന്യമായ ആധാർ അപ്ഡേഷൻ നടത്തുന്നതിനുള്ള അവസരം ജൂൺ 14 അവസാനിക്കുകയാണ്. ആധാർ ഉടമകൾക്ക് സ്വന്തമായോ ആധാർ സെന്ററുകൾ വഴിയോ പണം നൽകാതെ അപ്ഡേഷൻ നടത്തുന്നതിനാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ സമയപരിധി നിശ്ചയിച്ചത്. അതിനുശേഷം 50 രൂപ വീതം ഫീസ് ഈടാക്കുമെന്നും UIDAI അറിയിച്ചു. മാത്രമല്ല, വ്യക്തികൾക്ക് സ്വയം ഓൺലൈനിൽ അപ്ഡേഷൻ നടത്തുന്നതിനുള്ള സൗകര്യം ഉണ്ടാകില്ല. ഓൺലൈൻ സെന്ററുകളിൽ നേരിട്ടെത്തേണ്ടി വരും. myAadhar.uidai.gov.in എന്ന വെബ്സൈറ്റ് വഴി സ്വന്തമായി ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ സൗകര്യമാണ് ജൂൺ 14 ശേഷം അവസാനിക്കുന്നത്. അതിനാൽ ആധാർ ഉപയോക്താക്കൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻകാരിൽ 20 ലക്ഷത്തോളം പേർക്ക് വിതരണം ആരംഭിച്ച് 4 ദിവസമായിട്ടും പെൻഷൻ ലഭിച്ചിട്ടില്ല. ബാങ്ക് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്കാണ് പണം ലഭിക്കുന്നതിൽ തടസ്സം നേരിട്ടത്. മെയ് 24 പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു സർക്കാർ അറിയിപ്പ്. സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും ഇന്നലെ വിതരണം ഏതാണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്നും ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബാങ്ക് വഴിയുള്ള പെൻഷൻ വിതരണം ബാങ്കിംഗ് ശൃംഖലയിലെ ചില പ്രശ്നങ്ങൾ കാരണമാണ് വൈകിയത്. ഇന്ന് പെൻഷൻ തുക അക്കൗണ്ടിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും വകുപ്പ് വ്യക്തമാക്കി. 1 മാസത്തെ കുടിശ്ശികയും 1 മാസത്തെ പെൻഷനും ചേർത്ത് 3200 രൂപയാണ് ഇക്കുറി നൽകുന്നത്. 26 ലക്ഷം പേർക്കാണ് ബാങ്ക് വഴി പെൻഷൻ വിതരണം ചെയ്യുന്നത്. തിങ്കളാഴ്ച മുതൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം നടന്നിരുന്നില്ല. എന്നാൽ ഇന്നു മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനവകുപ്പിന്റെ അറിയിപ്പ് എത്തിയിരിക്കുന്നത്. അതിനാൽ തുക എത്താത്തവർ വിഷമിക്കേണ്ടതില്ല. ഇന്നു മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും ആരംഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.